എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2-3 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്ന ട്രക്ക് ഡ്രൈവർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. പാചകവാതക വിതരണം പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരാനായിട്ടുള്ള ആളുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് ഉൾപ്പെടെയുള്ള മറ്റ് അറിയിപ്പുകളും ഉണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. LPG സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാർ നവംബർ 5 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പാചകവാതക വിതരണം പ്രതിസന്ധിയിലാകും. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നൽകി 11 മാസമായിട്ടും അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഉടമകൾക്കായിട്ടില്ല. ഉടമകളും തൊഴിലാളികളും ലേബർ ഓഫീസർമാരും തമ്മിൽ 20ഓളം ചർച്ചകൾ നടന്നു. ചർച്ചയിൽ സമവായം ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് ട്രക്ക് ഡ്രൈവർമാർ സമരത്തിനൊരുങ്ങുന്നത്. ശനിയാഴ്ച ഉച്ചവരെ ട്രക്ക് ഡ്രൈവർമാർ സൂചനാ പണിമുടക്ക് നടത്തി. പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കമ്പനി ഉടമകൾ കടുംപിടുത്തം പിടിക്കുകയാണ് എങ്കിൽ സമരം നീണ്ടുപോകും. ഒരാഴ്ചയോ 2 ആഴ്ചയോ നീണ്ടുപോവുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പാചകവാതകം തീരാനായിട്ടുണ്ട് എങ്കിൽ സ്റ്റോക്കില്ല എങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും പ്രയാസപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ ചർച്ചയിൽ തീരുമാനമായാൽ സമരം പെട്ടെന്ന് തീർന്നേക്കാം. എങ്കിലും 5-ാം തീയതി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 20 ദിവസമുണ്ട്. അതിനിടയിലും ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സമര പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാചകവാതക സബ്സിഡി ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് 200 നിന്നും 300 രൂപയാക്കി ഉയർത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ്. സംസ്ഥാനത്ത് 30 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ളത്. നിലവിൽ BPL വിഭാഗത്തിൽപ്പെട്ട മുൻഗണനാ റേഷൻ കാർഡുള്ള വനിതകൾക്കാണ് ഉജ്ജൽ യോജന കണക്ഷൻ അനുവദിച്ചിട്ടുള്ളത്. പുതിയ ഉജ്ജൽ യോജന കണക്ഷനുള്ള അപേക്ഷയും ഉടൻ ആരംഭിക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ള ആളുകൾക്ക് ഉജ്ജൽ യോജന കണക്ഷനിലേക്ക് മാറാൻ കഴിയില്ല. അതേസമയം നിലവിൽ BPL റേഷൻ കാർഡുള്ള ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് പുതിയ കണക്ഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഉജ്ജൽ യോജന കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ 610 രൂപയാണ് ഓരോ മാസത്തെ സിലിണ്ടറിന് നിലവിലെ വില പ്രകാരം ഇവർക്ക് വരിക. പാചകവാതകം എടുക്കുന്ന സമയത്ത് 910 രൂപയ്ക്ക് മുകളിലുള്ള തുക നൽകേണ്ടി വരും. പിന്നീട് 300 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. 1150 രൂപയിലെത്തിയ ഗ്യാസ് സിലിണ്ടറിന് 200 രൂപ കഴിഞ്ഞ മാസമാണ് കുറച്ചത്. ഫലസ്തീൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ഇന്ധനവില കൂടുന്ന സാഹചര്യത്തിൽ അടുത്ത മാസം ഗ്യാസ് വിലയിൽ വർധനവ് ഉണ്ടായേക്കാം എന്നുള്ള സൂചനയുണ്ട്. അതേസമയം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ലോക്സഭാ ഇലക്ഷന് 8 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇനി അടുത്ത കാലത്ത് പാചകവാതക വിലയിലും എണ്ണവിലയിലും വർധനവ് ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനയും ഉണ്ട്. എന്തായാലും ഗ്യാസ് സിലിണ്ടർ തീരാനായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. 5-ാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഗ്യാസ് സിലിണ്ടർ തീരും എന്നുള്ള ആളുകൾ മുൻകൂട്ടി ഗ്യാസ് സിലിണ്ടർ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.